പശ്ചിമേഷ്യയിൽ യുദ്ധകാഹളം മുഴങ്ങിക്കൊണ്ടിരിക്കെ ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള കൊമ്പുകോർക്കൽ ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ പിടിച്ചുലയ്ക്കുകയാണ്. ഇറാന് തോൾ നൽകുന്ന കപ്പലുകൾ തടയുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഹോർമുസിലേക്കുള്ള കപ്പലുകൾ ഇന്നു മുതൽ തടയുമെന്ന US സെൻട്രൽ കമാൻഡ് അറിയിച്ചിരിക്കുകയാണ്. ഇതോടെ മേഖലയിൽ സംഘർഷം അതിന്റെ ഉച്ചസ്ഥായിലെത്തിയിരിക്കുകയാണ്. ഈ നീക്കത്തിനെതിരെ ശക്തമായ ഭാഷയിലാണ് ഇറാൻ പ്രതികരിക്കുന്നത്. യുദ്ധമുഖത്ത് പരാജയപ്പെട്ട ഒരു പ്രസിഡന്റിന്റെ ഭാഷയാണ് ട്രംപിന്റേതെന്ന് ഇറാൻ പാർലമെന്ററി നാഷണൽ സെക്യൂരിറ്റി കമ്മീഷൻ തലവൻ ഇബ്രാഹിം അസിസി തുറന്നടിച്ചു. അമേരിക്കയുടെ ഉപരോധ തീരുമാനങ്ങളെ വെറും പരിഹാസത്തോടെയാണ് കാണുന്നതെന്നും ഇറാൻ നാവികസേനാ മേധാവിയും വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന ലോകരാജ്യങ്ങളുടെ പ്രതീക്ഷകൾക്ക് വലിയ തിരിച്ചടിയാണ് ഇസ്ലാമാബാദിലെ മധ്യസ്ഥ ചർച്ചകളുടെ പരാജയത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്. ഏതാണ്ട് 21 മണിക്കൂറോളം നീണ്ടുനിന്ന മാരത്തൺ ചർച്ചകൾ ഇറാനും അമേരിക്കയും തമ്മിലുള്ള നിലവിലുള്ള അസ്വാരസ്യങ്ങൾ പരിഹരിക്കുമെന്ന് പലരും കരുതിയിരുന്നു. ഇത്രയധികം സമയം ശത്രു രാജ്യങ്ങൾ തമ്മിൽ നേരിട്ടും അല്ലാതെയും ചർച്ചകൾ നടത്തിയത് വലിയൊരു നയതന്ത്ര മുന്നേറ്റമായി കണക്കാക്കപ്പെട്ടിരുന്നുവെങ്കിലും പ്രായോഗികമായ ഒരു തീരുമാനവും ഇല്ലാതെ ആ ചർച്ചകൾ അവസാനിച്ചതാണ് നമ്മൾ കണ്ടത്. അത് ആ മേഖലയിലെ അന്തരീക്ഷം കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. സമാധാനത്തിനായി നടത്തിയ ഈ തീവ്ര ശ്രമങ്ങൾ ഫലം കാണാത്തത് ലോകമെമ്പാടുമുള്ള സാമ്പത്തിക സുരക്ഷാ വിദഗ്ധരെ വലിയ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. ചർച്ചകളുടെ പരാജയത്തിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഭീഷണികൾ പശ്ചിമേഷ്യയെ കൂടുതൽ യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിലേക്കാണ് നയിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്തുപാതയായ ഹോർമുസ് കടലിടുക്കിനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പുതിയ നീക്കങ്ങൾ നടക്കുന്നത്. ഇറാനിലേക്കും തിരിച്ചുമുള്ള എല്ലാ കപ്പലുകളും തടയുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം ആഗോള വിപണിയെയും കപ്പൽ ഗതാഗതത്തെയും സ്തംഭിപ്പിക്കുന്ന ഒന്നാണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 8:30 മണി മുതൽ ഈ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വരുമെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഏത് രാജ്യത്തിന്റെ കപ്പലായാലും പരിശോധിക്കുമെന്ന കടുത്ത നിലപാട് അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങളിൽ വലിയ വിള്ളലുണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. ഇറാന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളെ തകർക്കുക എന്നതാണ് ഈ നീക്കത്തിലൂടെ അമേരിക്ക ലക്ഷ്യം വെക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകളിൽ നിന്ന് ചുങ്കം പിരിക്കാനുള്ള ഇറാന്റെ തീരുമാനം അവർക്ക് വലിയ സാമ്പത്തിക നഷ്ടം നൽകിയിരുന്നു. കപ്പലുകൾക്ക് സുരക്ഷിതമായി കടന്നു പോകാൻ ലോകരാജ്യങ്ങൾ ഈ തുക നൽകാൻ തയ്യാറായിരുന്നുവെന്നതും ശ്രദ്ധേയമായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ ലഭിക്കുന്ന വരുമാനം ഇറാന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നു എന്നാണ് അമേരിക്കയുടെ ആരോപണം. ഇറാന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ പൂർണ്ണമായും അടച്ചുകൊണ്ട് അവരെ സമ്മർദ്ദത്തിലാക്കാനാണ് ട്രംപ് ഭരണകൂടം ശ്രമിച്ചത്. എന്തായാലും ഈ പ്രതിസന്ധി കേവലം ഇറാനെയും അമേരിക്കയെയും മാത്രം ബാധിക്കുന്ന ഒന്നല്ല, മറിച്ച് ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു അസാധാരണ സാഹചര്യം രൂപപ്പെടാൻ ഇത് കാരണമാകുന്നു. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതും ഹോർമുസ് കടലിടുക്കിലെ പുതിയ നിയന്ത്രണങ്ങളും ചേർന്ന ഇന്ധനവില വർധനവിനും ആഗോള വിതരണ ശൃംഖലയുടെ തകർച്ചയ്ക്കും വഴിവെച്ചേക്കാം. സമാധാനം പ്രതീക്ഷിച്ചിരുന്ന ഒരു സമയത്ത് കൂടുതൽ കടുത്ത ഉപരോധങ്ങളും സൈനിക നീക്കങ്ങളും നടക്കുന്നത് പശ്ചിമേഷ്യയെ കടുത്ത അനിശ്ചിതാവസ്ഥയിലേക്കും ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും തള്ളിവിടുകയാണെന്ന നയതന്ത്ര തലത്തിലുള്ള തിരിച്ചടികൾ വരും ദിവസങ്ങളിൽ മേഖലയെ എങ്ങോട്ട് നയിക്കുമെന്ന ഭീതിയിലാണ് ഇപ്പോൾ ലോകം. ഇറാനെ സാമ്പത്തികമായി തളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഭരണകൂടം സ്വീകരിക്കുന്ന കർശന നിലപാടുകളാണ് നിലവിലെ പ്രതിസന്ധിക്ക് ആധാരമായിട്ടുള്ളത്. ഇറാനിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി പൂർണ്ണമായും തടയുക എന്നതാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം. ഇന്ത്യ, ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഉപരോധങ്ങൾക്കിടയിലും
ഇറാനിൽ നിന്ന് വലിയ തോതിൽ എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കാൻ അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നു. ഇതിന്റെ ഭാഗമായി ഹോർമുസ് കടലിടുക്കിന് സമീപം അമേരിക്കൻ പടക്കപ്പലുകൾ വിന്യസിക്കുകയും എണ്ണ കപ്പലുകളെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ നീക്കങ്ങൾക്ക് ശക്തമായ ഭാഷയിലാണ് ഇറാൻ മറുപടി നൽകുന്നത്. ഹോർമുസ് കടലിടുക്കിൽ മൈനുകൾ വിന്യസിച്ചിട്ടുണ്ടെന്നും ശത്രുക്കളെ മരണച്ചുഴിയിൽ അകപ്പെടുത്തുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നു. ഈ മേഖലയുടെ പൂർണ്ണ നിയന്ത്രണം ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനാണ്. കഴിഞ്ഞ ഒരു ദിവസം ഒരു അമേരിക്കൻ പടക്കപ്പലിനെ ഇറാൻ സേന തിരിച്ചയച്ച സംഭവം മേഖലയിലെ സംഘർഷാവസ്ഥ എത്രത്തോളം രൂക്ഷമാണെന്ന് വ്യക്തമാക്കുന്നതാണ്. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ 30 മുതൽ 40% വരെ നടക്കുന്നത് ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. ഈ പാത തടസ്സപ്പെട്ടാൽ അത് ആഗോള ഇന്ധന വിപണിയെ തകർക്കും. നിലവിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിലേക്ക് ഉയർന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നു. ഇന്ധന വിലയിൽ ഉണ്ടാകുന്ന ഈ വർധനവ് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലേക്കും പാചകവാതക ക്ഷാമത്തിലേക്കും നയിക്കും. ഇത് ഇന്ത്യയെ പോലെയുള്ള ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. യുദ്ധഭീതി നിലനിൽക്കുന്നതിനാൽ തന്നെ ആഗോള ഓഹരി വിപണികളിൽ വൻ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിക്ഷേപകർ ആശങ്കയിലായതോടെ സ്വർണ്ണവിലയിലും ഇടിവ് ദൃശ്യമാണ്. പാകിസ്ഥാനെ പോലെയുള്ള രാജ്യങ്ങൾ സമാധാന ശ്രമങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും ആ നീക്കങ്ങൾ നിർണായകമാണ്. നിലവിൽ ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതിനാൽ പശ്ചിമേഷ്യയിൽ സമാധാനം എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി തുടരുകയാണ്. വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള നയതന്ത്ര ഇടപെടലുകൾ എങ്ങനെയാകുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. വളരെ ജാഗ്രതയോടെ വീക്ഷിക്കേണ്ട ഒരു ആഗോള സാഹചര്യമാണിതെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു.